മഴയുടെ തീവ്രതയ്ക്ക് ശമനമായി. കോതമംഗലത്ത് സാരമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാതെയാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടെയുള്ള മഴ അവസാനിച്ചത്. പല്ലാരിമംഗലത്ത് 20ഓളം വീടുകളിൽ വെള്ളം കയറിയെങ്കിലും ശനിയാഴ്ച രാത്രിയോടെ ഇറങ്ങി. അതേസമയം നദികൾ കരകവിഞ്ഞതോടെ നിരവധി കൃഷിയിടങ്ങളും വെള്ളത്തിനടിയിലായി. കോതമംഗലത്ത് ജവഹർ കോളനിയിൽ നിന്ന് ദുരിതാശ്വാസ ക്യാമ്പിൽ എത്തിയവർ ഞായറാഴ്ച പുലർച്ചെയോടെ തിരികെ പോയി. കനത്ത മഴയെ തുടർന്ന് കോതമംഗലം താലൂക്കിന്റെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കയറി. ഏറെയും പല്ലാരിമംഗലം പഞ്ചായത്തിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പഞ്ചായത്തിലെ വള്ളക്കടവ്, കമ്പിമുള്ള പ്രദേശങ്ങളിൽ 20 വീടുകളിൽ വെള്ളം കയറി. കുടമുണ്ട, മണിക്കിണർ പാലങ്ങൾ വെള്ളത്തിനടിയിലായി. കുടമുണ്ടയിൽ 2 വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി. കാളിയാർ കരകവിഞ്ഞൊഴുകി. പൈങ്ങോട്ടൂർ പഞ്ചായത്തിലെയും പോത്താനിക്കാട്, പൊളിന്താനം, അത്തിമറ്റം കടവ്, ചേലക്കടവ് പ്രദേശങ്ങളിലെ 5 വീടുകളിലും വെള്ളം കയറി. കാളിയാർ പുഴയുടെ കൈവഴിയായ പൊളിന്താനം തോട് കരകവിഞ്ഞ് നിരവധി കൃഷിയിടങ്ങളിൽ വെള്ളം കയറി. പലയിടത്തും വീടുകളുടെ സംരക്ഷണ ഭിത്തിക്ക് വിള്ളൽ വീണു. കോതമംഗലം താലൂക്കിൽ 3 ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചത്. കോതമംഗലം ജവഹർ കോളനിയിൽ നിന്നും കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. എന്നാൽ മഴ ശമിച്ചതോടെ കുടുംബങ്ങൾ തിരികെ പോയി. ഞായറാഴ്ച പുലർച്ചെ മഴയുടെ ശക്തി നന്നേ കുറഞ്ഞതോടെ കൃഷിയിടങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.